എല്ലാവർക്കും നമസ്തേ. ഇന്നലെ തിരുവനന്തപുരത്ത് വലിയൊരു യുദ്ധം നടന്നു. രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള യുദ്ധം. രാഷ്ട്രസ്നേഹികളും വിരുദ്ധരും തമ്മിലുള്ള പോര്. അതായത് തിരുവനന്തപുരത്തെ കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ ഒരു ചടങ്ങ് നിശ്ചയിച്ചിരുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് കാഭ സുരേന്ദ്രൻ രചിച്ച പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങായിരുന്നു അത്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഗവർണർ ശ്രീ വിശ്വനാഥൻ ആർലേക്കർ ആയിരുന്നു. സ്വാഭാവികമായി ഇങ്ങനെ ഒരു ചടങ്ങിൽ ഏതൊക്കെ ചിത്രങ്ങളാണ് വെക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് സംഘാടകരായിരിക്കും. അതനുസരിച്ച് സംഘാടകർ ഭാരതാംബയുടെ ചിത്രം വെച്ച് അതിനു മുമ്പിൽ നിലവിളക്ക് തെളിച്ച് ഉദ്ഘാടനം ചെയ്യാനാണ് തീരുമാനിച്ചത്. ഇക്കാര്യം അറിഞ്ഞ് എക്കാലവും രാഷ്ട്രബോധത്തെയും രാജ്യസ്നേഹികളെയും എതിർത്തുകൊണ്ടിരിക്കുന്ന CPM-ൻ്റെയും അവരുടെ പോഷക സംഘടനകളായ SFIയുടെയും DYFIയുടെയും മറ്റ് പ്രവർത്തകർ ചടങ്ങ് മുടക്കാൻ ഒത്തുകൂടി. അവിടെ വന്നിരിക്കുന്ന രാജ്യസ്നേഹികളെ ആക്രമിക്കാൻ തന്നെയാണ് അവർ തയ്യാറെടുത്ത് വന്നത്. ഗവർണറെയും അവിടെ വരുന്ന ഗവർണറെയും ആക്രമിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് CPM പ്രവർത്തകർ അവിടെ ഒത്തുകൂടിയത്. ഇവരോടൊപ്പം തന്നെ നമുക്കറിയാം കുറേ നാളുകളായി കോൺഗ്രസിലും രാജ്യസ്നേഹം എന്നുള്ള ഒരു വികാരം കുറഞ്ഞ് രാഹുൽ സ്നേഹമായിട്ട് മാറിയിരിക്കുന്ന കോൺഗ്രസ്. രാഹുൽ സ്നേഹം മാത്രമല്ല, സോണിയ സ്നേഹവും രാഹുൽ സ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ KSCക്കാരും അവിടെ കൂടി. ഈ രണ്ടു കൂട്ടരുടെ ഉദ്ദേശം ഇതേ ഉള്ളായിരുന്നു. അവിടെ കൂടിയിരിക്കുന്ന രാജ്യസ്നേഹികളെ ആക്രമിക്കുക, അവിടെ ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യം ഉണ്ടാക്കുക, ഗവർണറെ ആക്രമിക്കുക. അവരുടെ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രവർത്തന രീതി അങ്ങനെ തന്നെയാണ്. ചൈനയിലും പലയിടത്തും അധികാരം പിടിച്ചെടുത്തത് എങ്ങനെയാണ്, അതാത് കാലങ്ങളിൽ ഭരിച്ചുകൊണ്ടിരുന്നവരെ ഇവർ കായികമായി സായുധരായി വന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തി രക്തരൂക്ഷിത വിപ്ലവത്തിൽ കൂടിയാണ് റഷ്യയിലായാലും ചൈനയിലായാലും കമ്മ്യൂണിസ്റ്റുകൾ അധികാരം പിടിച്ചെടുത്തത്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം. അവരെ നയിക്കുന്നത് തന്നെ ഉന്മൂലന സിദ്ധാന്തമാണ്. അതായത് വർഗശത്രുക്കളെ, അവരുടെ പ്രവർത്തകരല്ലാത്തവരെ, അവരെ വിമർശിക്കുന്നവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഒരു അവരുടെ ആ സിദ്ധാന്തം അതാണ്. അതേ പാത തന്നെയാണ് കഴിഞ്ഞ ദിവസം സെനറ്റ് ഹാളിൻ്റെ മുന്നിലും നടപ്പാക്കാൻ തീരുമാനിച്ചത്. എന്നാൽ അവിടെ ഈ രാജ്യദ്രോഹികളെക്കാൾ കൂടുതൽ ശക്തമായി തന്നെ രാജ്യസ്നേഹം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നവർ, അവരുടെ ഓരോ ഉച്ഛ്വാസവായുവിലും രാജ്യസ്നേഹം നിറഞ്ഞു നിൽക്കുന്നവർ, അവരും തയ്യാറായി നിന്നു. അവർ സമാധാനപരമായിട്ട് തന്നെയാണ് അവിടെ നിന്നത്. എന്നിട്ട് ഈ സർക്കാരിന്റെ നിർദ്ദേശം ഒന്നും ഇവിടെ പരിപാടി നടത്താൻ പാടില്ല. പോലീസുകാർ പിന്നെ ഈ സർക്കാരിന്റെ ഈ CPM-ന്റെ നിർദ്ദേശം അനുസരിച്ചാണ് കേരളത്തിലെ പോലീസ് പ്രവർത്തിക്കുന്നത്. അവരും സർവകലാശാല രജിസ്ട്രാർ ആ വിദ്വാനും അവിടെ എത്തി ഈ പരിപാടി നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ ഭാരതാംബയുടെ ചിത്രം വെച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. ഭാരതത്തിലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ഈ നാട്ടിലെ ഉപ്പും ചോറും തിന്നുന്നവനാണ് ഈ രജിസ്ട്രാർ എന്ന് പറയുന്നവൻ. പോലീസുകാരും അത് തന്നെ. അവര് തന്നെ പറഞ്ഞു ഇവിടെ ഭാരതാംബയുടെ ചിത്രം വെക്കാനൊക്കത്തില്ല. എന്നിട്ട് പറയുന്ന രസകരമായ കാര്യം, ഇവിടെ മതപരമായ ഒരു ചിഹ്നവും വെക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അവിടെ എവിടെയാണ് ഒരു മതപരമായ ചിഹ്നം വെച്ചത്? അവിടെ ഒരു ദേവീദേവന്മാരുടെയും ചിത്രം വെച്ചിട്ടില്ല. അവിടെ വെച്ചത് ഭാരതാംബയുടെ ചിത്രം, രാജ്യത്തെ അമ്മയായി സങ്കല്പിച്ച് ആ ഭാരതമാകുന്ന ആ അമ്മയുടെ ചിത്രമാണ് അവിടെ വെച്ചത്. അത് എടുത്തു മാറ്റാനാണ് ആവശ്യപ്പെട്ടത്. അത് വെച്ചുകൊണ്ട് ഇവിടെ പരിപാടി നടത്താനുള്ള അനുവാദം ഇല്ല എന്നാണ് അയാൾ പറഞ്ഞത്. ഈ സ്റ്റേജിൽ ചിത്രത്തിനടുത്തൊക്കെ ഈ വിദ്വാനും പോലീസുകാരും നിൽക്കുന്ന കണ്ട വിചാരിച്ചു യുവമാരെല്ലാം കൂടെ ചേർന്ന് ഇതെടുത്ത് എറിയുമെന്നാണ് വിചാരിച്ചത്. നമ്മുടെ മുന്നിൽ കണ്ടതാണ് ഈ ശബരിമല പ്രക്ഷോഭകാലത്ത്, അടുത്ത കാലത്ത് യുവതി പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സമാധാനപരമായിട്ട് നാമജപത്തോടു കൂടി പ്രതിഷേധിച്ച സമയത്ത്
നിലവിളക്കും അയ്യപ്പന്റെ ചിത്രമൊക്കെ പോലീസുകാരെടുത്ത് എറിയുന്നതും നശിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതേപോലെ ഭാരതാംബയുടെ ചിത്രവും എടുത്ത് എറിയും എന്നാണ് ഈ രജിസ്ട്രാറുടെയും പോലീസുകാരുടെയും നിപ്പ് കാണുമ്പോൾ നമുക്ക് തോന്നുമായിരുന്നു. എന്നാൽ ഈ കളി മാറിയനേമായിരുന്നുള്ള വേറൊരു കാര്യം നമുക്കറിയാം, അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ. പിന്നെ അവന്മാരുടെ വീട്ടിൽ നല്ല രീതിയിൽ തിരിച്ചു പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതേപോലെ ഉള്ള ദേശസ്നേഹികള് ആ ദേശസ്നേഹം ആ ഒരു വികാരമായിട്ട് ഇരിക്കുന്ന വേദിയിലാണ് ഇവർ വന്ന് അഭ്യാസം കാണിക്കാൻ നോക്കിയത്. ആവുന്ന പണി 56 നോക്കിയിട്ടും അത് നടന്നില്ല. എന്നിട്ട് ഇയാളാന്നേല് രജിസ്ട്രാർ, അയാളാന്നേല് മാധ്യമ സ്ഥാപനങ്ങളിൽ കത്ത് കൊടുക്കുക വിളിച്ചു പറയുക, ഏതാണ്ട് ഇത് അറിയിച്ചു ഈ പരിപാടി മാറ്റിവെച്ചു എന്ന്. പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തു. എന്നിട്ട് ഇവരുടെ ഈ CPM-ന്റെയും കോൺഗ്രസിന്റെയും ഈ യുവജന വിഭാഗങ്ങൾ അക്രമോത്സുകരായി ഈ അവിടെ ഗേറ്റിന് മുന്നിൽ തടിച്ചുകൂടി പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചും ഗവർണറെയും രാജ്യസ്നേഹികളെയും രാഷ്ട്രവാദികളെയും ചീത്തയും പറഞ്ഞ് പുഴുത്ത തെറിയൊക്കെ വിളിച്ചുകൊണ്ടാണ് അവിടെ ഇരുന്ന് അവര് മുദ്രാവാക്യം വിളിച്ച് ഗവർണർ വന്നാൽ ഇപ്പോൾ ആക്രമിക്കും, അകത്തിരിക്കുന്ന രാജ്യസ്നേഹികളായിട്ടുള്ളവർ വന്നാൽ ഇപ്പോൾ ആക്രമിക്കും എന്ന് ഉള്ള രീതിയിൽ അവിടെ തടിച്ചു കൂടിയിരുന്നു. എന്നിട്ടും ഗവർണർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് തീരുമാനിച്ചു. അദ്ദേഹം ഇങ്ങോട്ട് യാത്ര തിരിച്ചിട്ട് കൂടി ഇവർ പോലീസുകാർ ഈ അക്രമി സംഘത്തിന്റെ നേതാക്കന്മാരെയും അക്രമി സംഘത്തിനെയും അവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാൻ അതൊരു പ്രഹസനമാണ് ഇവന്മാർ കാണിച്ചത്. ശ്രമിച്ചു. ഒരു കോണിക്കൂടെ വണ്ടിയിലോട്ട് കയറ്റുന്ന ഇവന്മാര് അടുത്തൊരു ഓഫീസർ വന്ന് ഇവരെ വണ്ടിയെ നിരക്കി വിടുന്നു. ഈ രീതിയിലെ കുറെ നാടകങ്ങളൊക്കെ നടന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ആളുകൾ വിചാരിക്കും, ഗവർണർ പങ്കെടുക്കത്തില്ല, ഈ പരിപാടി നടക്കത്തില്ല, അലങ്കോലപ്പെട്ടു പോകുന്നു. പക്ഷേ ഗവർണർക്കുള്ളിലെ വികാരം എന്ന് പറയുന്നത് രാഷ്ട്രസ്നേഹമാണ്. അദ്ദേഹം ഭാരതത്തെ അമ്മയായിട്ട് പൂജിക്കുന്ന വ്യക്തിയാണ്. അല്ല അദ്ദേഹം ചൈനയെയോ അല്ലെ കോൺഗ്രസ്സുകാരുടെ കൂട്ടി ഇറ്റലിയെയോ പാകിസ്ഥാനെയോ ഒന്നുമല്ല അദ്ദേഹം ആരാധിക്കുന്നത്. അദ്ദേഹം വന്നു, പരിപാടി നടന്നു. ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി തന്നെയാണ് അദ്ദേഹം പരിപാടി തുടങ്ങി വെച്ചതും പരിപാടി സമംഗളം പര്യവസാനിച്ചതും. ഈ സമയത്ത് ഗവർണറെ സെനറ്റ് ഹാളിലോട്ട് കയറ്റത്തില്ല, ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് ഈ വിദ്വാൻമാര് ഈ ഗേറ്റിന്റെ മുന്നിൽ കൂടി, പ്രധാന ഗേറ്റ് ഇവർ പൂട്ടി. ഈ SFI, ഈ DYFI, CPM പ്രവർത്തകർ പൂട്ടി. അപ്പോൾ ഗവർണറെ അതിലെ കൂടെ കയറ്റി വിടത്തില്ല എന്ന് പറഞ്ഞ് ഗവർണർ മറ്റൊരു ഗേറ്റിൽ കൂടി തന്നെ അതിനകത്ത് കടന്നു. ഗവർണർ പോലീസുകാരോട് ആവശ്യപ്പെട്ടില്ല, ആ ഗേറ്റ് തുറന്നു തരണമെന്ന് ആവശ്യപ്പെട്ടില്ല. കാരണം തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞാലും പോലീസുകാർ തയ്യാറാകില്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം സർക്കാരിൽ നിന്ന് ഉത്തരവുണ്ട് ഈ പരിപാടി നടത്താൻ പറ്റത്തില്ലെന്ന്. ഈ സർക്കാരിനതിലുപരി CPM-ന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്ന പോലീസ് ഗവർണർ ആവശ്യപ്പെട്ടാലും അത് തുറന്നു കൊടുക്കത്തില്ലെന്നറിയാം. ഗവർണർ ഈ പരിപാടി പങ്കെടുത്തു. പരിപാടി നടന്നതോടുകൂടി അടുത്ത ഇതുമായിട്ട് സഹാക്കൾ ഇറങ്ങി. ഗവർണറെ തിരിച്ചു പോകാൻ അനുവദിക്കത്തില്ല. അതായത് ആ മെയിൻ പ്രധാന ഗേറ്റിൽ കൂടി ഗവർണർ പോകുമ്പോൾ ആക്രമിക്കാൻ തയ്യാറായി നിന്ന ഈ വിദ്വാൻമാർക്ക് അത് നടക്കാതെ വന്നപ്പോൾ, എന്നാൽ തിരിച്ചു പോകുമ്പോൾ ഗവർണറെ കായികമായി ആക്രമിക്കാം എന്നുള്ള ചിന്തയിലാണ് ഇവന്മാർ പറഞ്ഞത് ഗവർണറെ തിരിച്ചു പോകാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. കാരണം എനിക്ക് തോന്നുന്നത് ഗവർണറോട് കളിച്ചാൽ കളി മാറും എന്ന് ഈ മൂത്ത സഹാക്കന്മാര് ഇവർക്ക് പറഞ്ഞു കൊടുത്തു കാണും. കാരണം മുതു സഹാക്കന്മാരാണല്ലോ ഭരിക്കുന്നത്. അപ്പം അവര് പറഞ്ഞു കൊടുത്തു കാണും, നിങ്ങൾ ഗവർണറെ ആക്രമിക്കുകയോ വല്ലതും ചെയ്താൽ ഇവിടെ നമ്മുടെ സർക്കാർ ഇവിടെ നിലനിൽപ്പുണ്ടാകത്തില്ല. ഈ സർക്കാരില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഈ അക്രമവും ഇതുമായിട്ട് പാർട്ടിക്ക് വേണ്ടി അക്രമം ഇതുമായിട്ട് നടക്കുന്നത് നിങ്ങൾക്ക് സർക്കാർ ജോലികളോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ ലഭ്യമാക്കാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നിങ്ങൾ
അവിടെ കുത്തിയിരുന്ന് 10 പുലഭ്യം പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു ഇതുകൊണ്ടായിരിക്കാം ഇവര് എന്തായാലും ഗവർണറെ ആക്രമിക്കാൻ ശ്രമിച്ചില്ല. ആക്രമിച്ചിരുന്നെങ്കിൽ ഈ എന്ത് സംഭവിക്കുമായിരുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ ഈ പിണറായി ഒന്നും സ്വസ്ഥമായിട്ടിരുന്ന് ഭരിക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഗവർണറെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് രാഷ്ട്രപതിയെ ആക്രമിക്കുന്നതിന് തുല്യമായതുകൊണ്ട് കേന്ദ്രം ഇടപെടും എന്നുള്ള ഇവന്മാർക്ക് അറിയാം. ഭരിക്കുന്നവന്മാര് ഇവരെ വിളിച്ച് പറഞ്ഞു കാണും, നിങ്ങൾ ഗവർണറെ ആക്രമിക്കാനൊന്നും പോകണ്ട. അതുകൊണ്ടായിരിക്കാം ഇവർ ആക്രമിക്കാൻ ശ്രമിക്കാതെ അവരവിടെ ഇരുന്ന് കുത്തിയിരുന്ന് തെറിയും വിളിച്ചിട്ട് പോയത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, രാഷ്ട്ര സ്നേഹത്തിനാണ് എന്നും താൽക്കാലികമായി ഒരു പരാജയം ഉണ്ടാകുമെങ്കിലും ആത്യന്തിക വിജയം രാഷ്ട്ര സ്നേഹത്തിന് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇന്നലെ തിരുവനന്തപുരത്ത് ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഗവർണർ തെളിയിച്ചത്. ഇനിയും ഭാവിയിൽ അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. ബംഗാളിൽ സംഭവിച്ചത് അല്ലെ ത്രിപുരയിൽ സംഭവിച്ചത് കേരളത്തിലും വൈകാതെ തന്നെ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.